Ready? 1, 2, 3, start. 1, 2, 3. A few moments later. Hi guys. ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിൽ ആലപ്പുഴയിലാണ്. അവധിയൊക്കെ ആയതുകൊണ്ട് വാതറക്ക് ഓക്കെ ഞാൻ വീട്ടിൽ ഹലോ ഗൈസ്. ഹായ് ഗൈസ്. ഹലോ. One eternity later. ഹായ് ഗൈസ്. ഹലോ ഗൈസ്. ഞങ്ങളിപ്പോൾ ആലപ്പുഴയിൽ എൻ്റെ വീട്ടിലാണ്. അവധിയൊക്കെ ആയതുകൊണ്ട് വന്നതാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഈ മുടി വെട്ടാം. കൃഷ്ണയുടെ മുടി നമ്മൾ വെട്ടാൻ പോവാണ്. അതെ ഗൈസ്, എനിക്ക് അറിയത്തില്ല എന്താ പറയണ്ടേന്ന്. ആദ്യമായിട്ടാ വോയിസ് ഓവർ ചെയ്യുമ്പോ പിന്നെ വലിയ ലോങ് വീഡിയോ. ഫസ്റ്റ് ലോങ് വീഡിയോ എന്നുവെച്ചാ വോയിസ് ഓവർ ചെയ്യുമ്പോ നമ്മൾ ആരും കാണുന്നില്ല, ഇങ്ങനത്തെ ചടപ്പില്ലല്ലോ. ഇത് ഭയങ്കര ഒരുമാതിരി ഭയങ്കര ചടപ്പ് ഗൈസ്. ശരിയായിക്കോളും. അതെ, നമ്മൾ ആദ്യം പോവാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങിട്ട് വരല്ലേ. അമ്മയുടെ സ്പെഷ്യൽ മന്തിയായിരുന്നു ഗൈസ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക്. സൂപ്പറായിട്ട് അമ്മ മന്തി വെക്കുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കാർഡ്സും കളിച്ച്. കഴുത കളിക്കാൻ അറിയോ ഗൈസ്? കമൻറ്റ് ബില്ലോ. ഞങ്ങൾ കഴുതയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ തന്നെയാണ് ഗൈസ് ലാസ്റ്റ് കഴുതയായതും. മതി മാറി. ശരിയായി. കോങ്ങണ്ണായോ എന്തോ. അല്ലേടക്കായി. ഇത് കാര്യമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത് കൊള്ളത്തില്ലെന്ന്. നീ വേറെ ഷെയ്ഡ് എടുത്തോ? ഇല്ല. അയ്യോ, ഈ സാധനം പ്ലസ് ഈ സാധനം നല്ല ഷെയ്ഡാ ഗൈസ്. ഇതിന്റെ പേരൊക്കെ ഞാൻ മറന്നു. ഇത് ഫേസസ് കാനഡയുടെ എന്തോ ഒരു സാധനം. ഇത് സ്റ്റുഡിയോ മാറ്റ്ബെറി 03. മുക്കിൽ കുറച്ച് കൂടി പോയോ? കാണുന്നില്ല എനിക്കൊന്നും. നമ്മൾ വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ബ്ലഷ് കുറെ അങ്ങിടണം. അപ്പൊ ഇങ്ങനെ ഇവിടൊക്കെ ഇങ്ങനെ തൊടുത്തിരിക്കട്ടെ. ഇവിടെ കുറച്ച് കൂടി പോയിട്ടോ. ഹെയർ സ്കിന്നുള്ളവർക്ക് എന്തും പറയാലോ ഗൈസ്. കാപ്പിപ്പൊടി ഇട്ട് എടുത്തതാ. ചെറുതായിട്ടൊന്ന് കണ്ണിന്റെ താഴെ നീട് സൈഡ് മതി എനിക്ക്. എങ്ങനെ ഇരിക്കണം? ഉദ്ദേശിച്ച കളർ വന്നിട്ടില്ല കേട്ടോ. സുന്ദരിയായി. ഒശു, എന്റെ കമ്മലൊന്നും എടുത്തില്ല. ഒരുമാതിരി ചത്ത കളറായിപ്പോയി. അപ്പയായിട്ടുണ്ട് നിക്കുന്നില്ല. ശരിയാ. ലാസ്റ്റ് സാക്കിയിട്ട് മൊട്ടച്ചെങ്കിൽ മൊട്ടച്ചു. അതാ
ഒരു ബാഗ് എടുത്തു. എനിക്ക് ബാഗ് ഇല്ല. ഈ ബാഗ് ഇഷ്ടമല്ല. ഇല്ലാത്തതല്ല ഇങ്ങനിപ്പോൾ ശരിയാവുമായിരിക്കും അപ്പി. ശരിയാവും. ശരിയായി. ബൈ ഗൈസ്, ഇനി വയ്യ. ബൈ പോവാം. ഞങ്ങൾ അപ്പി ലുക്ക് മാറാൻ നമുക്ക് കോൺഫിഡൻസ് വരാൻ വേണ്ടി ഞങ്ങൾ ഡ്രസ്സ് മാറി. ഒരു അപ്പിയിൽ നിന്ന് വേറൊരു അപ്പിയിലോട്ട് ഞാൻ എത്തി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷെ എനിക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്നെ ഇഷ്ടപ്പെട്ടതാണ്. നിന്നെ നല്ല ഭംഗിയുണ്ട്. നിന്നെ നല്ല രസമുണ്ട്. നിനക്ക് മറ്റേ ഡ്രസ്സിന് എന്തായാലും ചേരുന്നു. കമന്റ് ബില്ല് ഞങ്ങൾ എങ്ങനെ ഉണ്ട്? എന്നെ കമന്റ് ചെയ്യണ്ട, അവളെ കമന്റ് ചെയ്താൽ മതി. എല്ലാവരും രണ്ടുപേരും കമന്റ് വേണ്ട കേട്ടോ. എന്റെ കമ്മൽ എങ്ങനെയുണ്ട്? എനിക്ക് ഇങ്ങനത്തെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. എന്നിട്ട് നേരത്തെ എന്തുവായിരുന്നു വലിച്ചേറ്റിട്ടത്? എനിക്ക് എങ്ങനത്തെ ആണെങ്കിലും എനിക്ക് ചെയ്യുന്ന മതി. ഇപ്പോഴാ ഹാപ്പി ആയ. ഞാൻ കുറച്ച് നാൾ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുകയായിരുന്നേ. അപ്പോൾ എൻ്റെ കണ്ണാടിയിൽ ബോൾ ഇടിച്ചിടിച്ച് കണ്ണാടി വളഞ്ഞൊരു സൈഡിലോട്ടായിരുന്നു. അപ്പോൾ അത് നേരെയാക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ലെൻസ് കാർട്ടിൽ കയറി. വേണോ? സ്ട്രെസ്സിലാന്നോ കൃഷ്ണേ? സ്ട്രെസ്സിലാന്നോ? നോക്കട്ടെ. കുറേ ദൂരം നടന്നുകൊണ്ട് കുറച്ച് ദാഹം വന്നു. അങ്ങനെ ഞങ്ങൾ താഫിൽ കയറി നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ് ഗൈസ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ നാരങ്ങ വെള്ളം ഇഷ്ടമുള്ള ആളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതാണ് കിടങ്ങാമ്പറമ്പ് അമ്പലം. ഈ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയൂ. എൻ്റെ വീട് അതിൻ്റെ വളരെ വളരെ അടുത്താണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനുള്ള ഷോർട്ട് കട്ട്. ഈ അമ്പലത്തിൻ്റെ പറമ്പിൽക്കൂടെ കയറിപ്പോയാൽ വേഗം എത്താം. അതുകൊണ്ട് ഞങ്ങൾ ഈ അമ്പലപ്പറമ്പിൽക്കൂടെ കയറിപ്പോയി. ഇതുവഴി കുറേ പേര് പോകും കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, കുറേ പേർക്ക് ഈ വഴിയാണ് എളുപ്പം. ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. എത്താറായി. ഗൗരി പട്ടി ഷോ കാണിച്ച് അങ്ങനെ പോകുന്ന കുറേ ആൾക്കാർ. അയ്യോ, നമ്മളൊരു അല്ലേ വേണ്ട, പിന്നെ പറയാം ഗൈസ്. നമ്മള് കൃഷ്ണയ്ക്ക് ഷോർട്ട് കുർത്ത തയ്ക്കാൻ തുണി എടുത്ത്, പക്ഷെ വീഡിയോ എടുക്കാൻ അങ്ങനെ സ്റ്റുഡിയോയിൽ കയറി അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അവിടെ എത്തിക്കഴിഞ്ഞ് തുണി കണ്ടാ പിന്നെ വീഡിയോയുടെ ആരും ഓർക്കത്തില്ല. എല്ലാം ഐഫോൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഇല്ല ഗൈസ്. ചിലരൊക്കെ കമന്റ് ഇട്ടുണ്ട് നമുക്ക് ഐഫോൺ ആയതുകൊണ്ട് അങ്ങനെ വെളുത്തിരിക്കും. കിട്ടിയിട്ടാണ് എനിക്ക് ഐഫോൺ എടുക്കാൻ. അയ്യോ അയ്യോ, ഇതാണ് എന്റെ കട. എന്റെ കട ആ ഗൗരിയുടെ കടയിലോട്ട് എത്തി. നാട്ടുകാർക്ക് വേണ്ടി തുടങ്ങിയ കടയാണെങ്കിൽ ലാസ്റ്റ് ഗൗരിനെ പോറ്റാൻ വേണ്ടിയായി. ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. മുടി നല്ലപോലെ ഒതുക്കി തന്ന ചേട്ടനായിരുന്നു. മുടി എല്ലാം പോയി ഗൈസ്. ചത്ത് ഗൈസ്. വയ്യാണ്ടായി. നടന്ന് ഉപ്പാട് പോയി. ഉപ്പാടുമായിട്ട് ലാസ്റ്റ് ഒരു ഓട്ടോ വിളിച്ചത്. ഞങ്ങളിവർക്ക് തുണി എടുത്ത് കാണിച്ച് ഷോർട്ട് കുർത്ത തയ്ക്കാൻ പോവാ. എന്നിട്ട്
എൻ്റെ അമ്മ തയ്ക്കും ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്ക്കണമെങ്കിൽ കോണ്ടാക്ട്. അല്ല ശരിക്കും തയ്ക്കും കേട്ടോ. തയ്ച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് അതിന്റെ ഒരു വീഡിയോ എൻ്റെ അമ്മ തയ്ച്ചതാ ഗൈസ്. ഇതിപ്പോ കെവിൻസ് കുടിച്ചിട്ടാക്കിയതാ. എന്താ ഞാൻ തയ്ച്ചുടുപ്പ് ഞാൻ ഇട്ടിട്ട് റിവ്യൂ പറയാം കേട്ടോ. ഇതാണ് ഞങ്ങള് വാങ്ങിച്ച ഡ്രസ്സുകൾ. കാണിച്ചു കൊടുക്ക് പറ. അതിന്റെ കളർ പിന്നെ സിമിലറാ. ആ അറിയത്തില്ല, നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിക്കാം. കുറച്ച് കമന്റ് സെക്ഷനിലെ ആൾക്കാര് ഇത് നമുക്ക് സ്ലീവ്ലെസ് ആക്കാം. അല്ല സ്ലീവ്ലെസ് ആക്കാം. കാരണം ഇത് അമ്മ എടുക്കണം അപ്പം ഇത് വീട്ടിൽ ഇടാൻ പറ്റത്തില്ലല്ലോ. മാറ്റി ഇതിടാം. ഇത് സ്ലീവ്ലെസ്. ഇത് ആക്ച്വലി കുറെ കല്ലും ഇതൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ വീഡിയോയ്ക്കകത്ത് ഒരു തേങ്ങ കാണുന്നില്ല, അതെന്താന്ന് എനിക്കറിയില്ല. മേ ബി എന്റെ ഫോണിന്റെ കുഴപ്പമായിരിക്കും. കണ്ടോ ഫ്ലാഷ് വല്ലതും വരുന്നുണ്ടോ? കണ്ടോ ഇത് നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ അല്ല ഇത്. അതെ, ഇത് കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഫോണിലെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്നാ ഇതിന്റെ കളർ നോക്ക്, നീ ഇത് നോക്ക്. ഇത് നല്ല ഇത് നേവി ബ്ലൂ ആ കേട്ടോ. ഇത് നേവി ബ്ലൂ ആണ് ഇത് ആക്ച്വലി. പക്ഷെ ഇത് കാണുമ്പോ ബ്ലാക്ക് കണക്കുണ്ട്. 180 rupees ഉള്ളൂ ഗൈസ്. അതെ, നല്ല 50 മീറ്റർ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതും എടുത്തു, ഇതും എടുത്തു, ഇതും എടുത്തു. പറഞ്ഞ കേട്ടോ, 1 മീറ്റർ 50 മീറ്റർ 1.5 മീറ്റർ. ഇത്രയല്ലേ ഉള്ളു. ഇത് സാരിയോ? സാരിക്കടയിൽ പോയ പോലെ ആയിരുന്നു എനിക്ക്. ഞാൻ ആദ്യം മെറ്റീരിയൽ എടുക്കുന്നേ. നമ്മുടെ അവിടെ എല്ലാം റെഡിമെയ്ഡ് ആവാണല്ലേ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കൃഷ്ണനെ ആലപ്പുഴയിലെ ഫസ്റ്റ് ഡേ? കുക്കുമ്പയുടെ കഥയല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ വീട്ടില് ഇപ്പൊ കളർ കാണാം. യെസ്, അത് അമ്മയടുത്ത് 100 രൂപ. 100 രൂപയുടെ എക്സ്ട്രാ തുണി വേണം കേട്ടോ. അമ്മയടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ അതല്ല ചോദിക്കുന്നത്. അത് നമ്മൾ രാവിലെ തൊട്ട് നമ്മൾ എന്നിട്ട് 12:30 1 മണി കണ്ടായപ്പോഴാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്നിട്ടു കഞ്ഞി വെച്ചു. പിന്നെന്താ രാവിലെ ചപ്പാത്തിയും ഒരു സ്പെഷ്യൽ കറിയായിരുന്നു. കറിയുടെ പേര് എനിക്ക് ഉള്ളിക്കറി. ഉള്ളിക്കറിയാണോ? ഉള്ളിക്കറിയല്ല, ഉള്ളി മസാല. എന്തോ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗൗരിക്ക് മന്തി ഉണ്ടാക്കി. ഗൗരിക്ക് പറയാവുന്ന ഡയലോഗ് പറഞ്ഞു. മന്തി എനിക്ക് ഉണ്ടാക്കിയെങ്കിലും ആ പേര് പറഞ്ഞ് ഗൗരി അത് മൊത്തം അകത്താക്കി. എനിക്കൊരു ചിക്കൻ പീസ് പോലും എന്റെ പാത്രത്തിൽ നിന്ന് ചെയ്തും ഗൗരി എടുത്തിട്ടില്ല. ഗൗരി കിടന്ന് കരയുന്നുണ്ടപ്പോ ഞാൻ എന്റെ പാത്രത്തിൽ നിന്ന് വിഷമമായിട്ട് ഒരെണ്ണം കൊടുത്തു. വൈകുന്നേരവും എന്റെ ഒരു പീസ് ഞാൻ എടുത്ത് ഗൗരിക്ക് കൊടുത്തു. സ്നേഹം കൊണ്ടാ കഴിച്ചു. മതി, ഞാൻ ഒറ്റയ്ക്ക് അലക്കുന്ന പോലുണ്ട്. ഞങ്ങൾ മുല്ലയ്ക്കൽ പരാഗിന്നാണ് ഗൈസ് തുണി എടുത്തത്. നിങ്ങൾ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, വിലക്കുറവിൽ കിട്ടും. ഗൗരി നമുക്ക് 1 രൂപ പോലെ അയാളെ കുറച്ച് തന്നിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഫണ്ണായിരുന്നു ഗൈസ്. എന്തൊക്കെയാ പറയുന്നേ? പറയണ്ടേ? ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇതാണ് എന്റെ അമ്മ. അമ്മ മേടിച്ചോടി, അമ്മ മേടിച്ചോടി ഗൈസ്. എന്തോ പറയാൻ വന്നതായിരുന്നു. ആ ഫ്ലോ അങ്ങ് പോയി. സാരമില്ല ഗൈസ്. ഇനി നമ്മൾ നാളെയാണ് നമ്മൾ ഡേ 2 ഇൻ ആലപ്പുഴ. നമ്മൾ നാളെ ബീച്ചിൽ പോവാണ്. അങ്ങനെ ഇതാട്ടോ, ഡേ 1 ഡേ 2 ഡേ 3. നാളെ നമ്മൾ ഡേ 3 ഞാൻ പോകും കേട്ടോ. കാറ്റമറാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ
See you on next vlog, guys. Bye. ബൈ.